നമ്മളുടെ പ്രീവിയസ് ജനറേഷൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സഫറിങ്ങിനെ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ലൈഫ് ഇങ്ങനെയാണ്, നമ്മൾ ഒരുപാട് കഷ്ടപ്പെടണം, മാരേജിലാണെങ്കിലും മാരേജ് ഇങ്ങനെയാണ്, നമ്മൾ ഒരുപാട് സഹിക്കണം, അതല്ല ലൈഫ്. ഓക്കെ, അവരുടെ ലൈഫ് അങ്ങനെയായിരുന്നു എന്ന് വിചാരിച്ചിട്ട് ഫ്യൂച്ചർ ജനറേഷൻസ് അങ്ങനെ തന്നെ ജീവിച്ചു കൊള്ളണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അവരുടെ ബിലീഫ് സഫറിങ്ങിലാണെങ്കിൽ, അവർ കോംപ്രമൈസിലാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ നെക്സ്റ്റ് ജനറേഷൻസ് അതിനെ സെയിം തന്നെ ഫോളോ ചെയ്യണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവിടെ അതിനെ തിരിച്ച് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ റിബലായിട്ടാണ് കാണുക. സോ എന്താണോ ബിലീഫ് സിസ്റ്റം, അത് ഗ്രാൻഡ് പാരൻസ് ആയിക്കോട്ടെ പാരൻസ് ആയിക്കോട്ടെ, എന്ത് ബിലീഫ് സിസ്റ്റംസ് ആണോ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് അവരിലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. എപ്പോഴും അവർക്ക് വർക്ക് ആയിട്ടുള്ള ഒരു കാര്യം അവർ വളരെ ഹാർഡ് വർക്ക് ചെയ്തു, സഫർ ചെയ്തു, ഓക്കെ, അവർക്ക് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ ആ രീതിയിൽ തന്നെ സഫർ ചെയ്യണം, എന്നാലേ ആ ഒരു റിസൾട്ടിന് ഒരു വാല്യൂ ഉണ്ടാവുള്ളൂ എന്നൊക്കെ കൊടുക്കുന്ന ആ ഒരു കൺസെപ്റ്റ് എപ്പോഴും അവരെ സപ്പോർട്ട് ചെയ്തോളണം എന്നില്ല. പക്ഷെ ചില ഫാമിലീസിൽ ഇപ്പോൾ പേരൻസ് തമ്മിലുള്ള ഇഷ്യൂസും ഒക്കെയുള്ള പല ഫാമിലീസിലും ചിലപ്പോൾ ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും അവരുടെ ഒരു സേഫ് സോൺ. അതില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ആരാണെങ്കിലും എന്ത് ബിലീഫ്സ് ആണോ കുട്ടികളിലേക്ക് കൊടുക്കുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു മാരേജ്. പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ബിലീഫ് എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് സഹിക്കണം, എസ്പെഷ്യലി വിമൻ. മാരേജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് എന്നുള്ള ഈ ഒരു സഫറിങ്ങിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട്.